ബാഗും നോക്കി വന്നേക്കുന്നു. നമ്മൾ ഗോവയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഓ വലിയതൊന്നുമില്ല. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? നേരെ വന്ന് കോൾവ ബീച്ചിൽ വന്നു. പാരാസൈലിങ്ങിന് പോയി. പോയി താഴെ വർക്ക് ചെയ്യുന്നില്ല. ഇതിന് താഴെ വരത്തില്ല. അറിയോ? 5 മിനിറ്റ് കഴിയും. പോയി തരാറില്ലായി. ഏത് നിമിഷവും താഴെ വീഴും. ആശുപത്രി ചെലവും തരും. ശരി, ഹെൽപ്പ് ചെയ്താലോ? എന്റെ ഫൈനൽ മൊമെന്റ്സ് കിട്ടിയില്ല ഗൈസ്. നമ്മള് പാരാസൈലിംഗ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ മാൻഡ്രേക്ക് എന്ന പോലെ എല്ലായിടത്തും പണി ഊക്കി വാങ്ങിക്കുന്നതുകൊണ്ടായിരുന്നു ഗൈസ് എന്റെ ദിവസമല്ല. ഈ ഒരു ഇതിൽ പോയിരുന്നെങ്കിൽ അങ്ങ് എയറിലായിരുന്നെങ്കിൽ നേരെ ലക്ഷദ്വീപിൽ ചെന്ന് വീടായിരുന്നു. സീൻ ഫുള്ള് നനയെന്ന് വിചാരിച്ചിട്ട് ഡിപ്പിങ്ങും സ്ലൈഡിങ്ങും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അവസാനം ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഒരു വലിയ തിരുമാല വന്ന് വീണ് നനഞ്ഞു. ഇതിന് ഭേദം ചെയ്യുന്നതായിരുന്നു. എന്റെ എക്സ്പീരിയൻസോ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കയറ് പിടിച്ച് വലിച്ചപ്പോ തോന്നാറ് ഞാൻ ഒന്നോട്ട് 100 രൂപ രണ്ടുമായിരുന്നു. എനിക്ക് ഫുൾ സീനായിരുന്നു. നിന്നെ പിടിച്ച് വലിച്ചതോ? ആ സമയം നമ്മൾ വേറൊന്നും ആലോചിക്കുന്നില്ല കേട്ടോ. വീഡിയോ എടുത്ത് ഫൈനൽ മൊമെന്റ്സ് കിട്ടിയില്ല. ഫൈനൽ മൊമെന്റ്സ് കിട്ടിയില്ല. അതിലും ആൾക്കാർ രക്ഷപ്പെടുത്തി. പക്ഷെ കുറച്ചു നേരമേ ഉള്ളൂ സംഭവം. കുറച്ചുകൂടെ ചവിട്ടി വിടാറുണ്ട്. നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക വളരെ കൂടിയൊരു വെലോസിറ്റി വെള്ളത്തിന്റെ മുകളിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. വെള്ളത്തിന്റെ സൈഡിനെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിന് മുറിച്ചെടുത്ത് മുന്നോട്ട് പോകുന്ന ഫീൽ അത് എന്റെ ഫോൾട്ട് അല്ല. വണ്ടി എനിക്ക് മുന്നേ കയറി വണ്ടി കേടാക്കിയിട്ടാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ കോൾവ ബീച്ചിലെ എന്തോന്ന് കലാപരിപാടികളൊക്കെ കഴിഞ്ഞേ ഇല്ലടി അടുത്താണ് കഴിഞ്ഞ് പോവുകയാണ് കഴിക്കാൻ. ചിക്കൻ കഫ്രിയാല് പോയി ഗോവൻ ബ്രെഡ്, ഇത് ചിക്കൻ ഇതെല്ലാം ഗോവൻ പോർച്ചുഗീസ് സ്റ്റൈൽ സാധനമാണ്. പെട്ടെന്ന് നിർത്താനുള്ള ഒരു ബാധ്യതയും ഞാൻ നിർത്തുകയാണ് ഗൈസ്. ഇവിടുത്തെ ഗോവൻ സാധനം പിന്നെ ബട്ടർഫ്ലൈ ബീച്ചിലോട്ടുള്ള പോക്കാണ്. എങ്ങനെയുണ്ടോ അഭിത്തെ? ഇല്ല, അവൻ എന്നെ മിക്കവാറും ചീത്ത വിളിക്കും. എങ്ങനെയുണ്ട് ഗോകുൽ? പറയൂ അമ്മേ. നൈസായിരുന്നു, നൈസ് ഇല്ലടാ. നമ്മൾ 1 മണിക്കൂർ 15 മിനിറ്റ് എടുക്കും അല്ലേ അവിടെ നിന്ന് നമ്മൾ കഴിച്ച സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന്. അതെ അതെ അതെ, നല്ല വഴിയായിരുന്നു വരുന്നത്. എത്ര ഉണ്ട്? 2 കിലോമീറ്റർ പറഞ്ഞേ. 8 കിലോമീറ്റർ പാർക്കിംഗ്. പൊന്നേ, ഇനി കുറച്ച് നടന്നുണ്ടല്ലേ? എന്നാ പറഞ്ഞെങ്കിൽ 1/2 കിലോമീറ്റർ. കാർ പാർക്കിംഗ് കുറെ മുന്നേ കഴിഞ്ഞതാണ്. അന്ന് ഞാൻ വന്നിരുന്നെങ്കിൽ ആണെങ്കിൽ അവിടെ തന്നെ ഇരുന്നേനെ. നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഡോണക്കാടാ എവിടെ നടി വണ്ടി കിട്ടുന്നത്. ആൾക്കാർ വീഴ്ചിട്ടുണ്ട്. മറ്റേ അവർ പറയാം ആൻഡമാൻ വൈബാന്ന് കാറിറങ്ങി ചെല്ലുമ്പോൾ കടന്നു
നീ ഓടിപ്പോയിക്കോ. ഇത് വെറുത്തല്ലേടാ ഹരി? അതെ അതെ കൊള്ളാട്ടാ, കൊള്ളാടി കൊള്ളാടി സെറ്റ് സാധനം. വേറെ ലെവൽ വർത്തായിരുന്നു, വർത്ത്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. നമുക്കിവിടെ കുളിക്കാം. ഇവിടെ കുളിക്കാൻ സെറ്റാണ്. ആ അങ്ങോട്ട് വന്നു മറിഞ്ഞ് കടലമ്മ കറക്കിയെടുത്ത് തിരിച്ചു പോണ ഗൈസ്. കുറച്ച് സീഷൻസ് ഒക്കെ പറക്കി തിരിച്ചു പോകണേ. ആ നടക്കുക. ബട്ടർഫ്ലൈ ബീച്ചിൽ നിന്ന് നേരെ പലോലം ബീച്ചിലെത്തി. ഈ കബോഡറാമ പോണമെന്ന് വിചാരിച്ച സണി, പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. ഇവിടെ ഒരുപാട് ഷാപ്പുകളുണ്ട് ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ. Christmas. Okay, what's the name? It's a panettone. Panettone. It's an Italian bread. Please try. Just for trial. ചിക്കൻ അല്ലേ? We have it. We know about it. So we put it in there. അങ്ങനെ ഞങ്ങൾ ഫൗണ്ടൈനസിൽ വന്നു. ഇന്നലെ ഞങ്ങൾ കുറേ ട്രൈ ചെയ്തത് ഗോവൻ പോർച്ചുഗീസ് സ്റ്റൈൽ ഫുഡാണ്. പക്ഷേ ഇന്നലെ ആ പ്രാന്തിൽ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഗോവയിൽ വന്നാൽ ട്രൈ ചെയ്യേണ്ട മെയിൻ സാധനം റഷാദോ മസാല, പിന്നെ കഫ്രിയിൽ പച്ച കളറ് ഗ്രേവിയുള്ള ആ ചിക്കൻ കഫ്രിയിൽ ഭയങ്കര കിടിലുമായിരുന്നു. പിന്നെ ഇത് എന്തായി ബെബിൻക, ഒരു സ്റ്റാൻഡേർഡ് 7 ലെയർ ടു 14 ലെയർ കേക്ക്. പിന്നെ എന്തായിരുന്നു സെരാദുര കിടിലും ഡെസേർട്ട്. ഇത് പാസ്റ്റീസ് ഡൊനാറ്റ, ഇത് എക്ടാർട്ട് സാധനം. കളർഫുൾ ഹൗസസിന് വേണ്ടി പേരറിയപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി കൊക്കണി ക്യാൻറ്റീനിൽ പോയി ഫുഡ് അടിക്കണം. ഞങ്ങൾ കൊക്കണി ക്യാൻറ്റീൻ ഓർഡർ ചെയ്ത് കിങ്ഫിഷ് താലി, മറ്റേ കോക്കും പുനർപുളി, അതിൻ്റെ രസം, ഏതാ കിസ്മൂർ എന്ന് പറഞ്ഞാൽ ചെമ്മീൻ്റെ ചമ്മന്തി, അങ്ങനെ എന്തിനാണ്, ഫിഷ് അമ്പുട്ടി, അങ്ങനെ എന്താണ്ടൊക്കെ കുറേ ഉണ്ട്. പിന്നെ കോക്കൺ സോഡ ഇവിടുത്തെ ഫേമസ് ആണ്. പിന്നെ ബോംബെടക്ക് വന്ന് മറ്റേ പ്രോൺസ് റഷാദോയും പറഞ്ഞു. ബോംബെടക്ക് ഇപ്പൊ തരാം, ഒരെണ്ണം തരാം. ഈ പ്രോൺസ് റഷാദോ നമുക്കൊരു ബോംബെടക്ക് കൊടുക്കുക. പിടി ഒരു തേങ്ങയില്ല. സൂപ്പർ ലഞ്ചായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. വർത്തായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാം പെരിയൊക്കെ കിക്കാണ്. നീ പറയടാ വെജ് ഫുഡ് കുഴപ്പമില്ല. നീ പറയടാ എങ്ങനെ എല്ലാവർക്കും സെപ്പറേറ്റ് ഫുഡ് കൊടുത്തതുകൊണ്ട് ബിൻസിയുടെ ശരിയടാ പറയാ എങ്ങനെ ഉണ്ടായിരുന്നു. റവയ്ക്കകത്ത് മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത സാധനങ്ങളായിരുന്നു ഇവിടുത്തെ ഫുഡെല്ലാം. മറ്റേ ഓരോ മീൻകറിക്കും ഓരോ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ 300 രൂപ ഉള്ളെങ്കിൽ ആ കിങ്ഫിഷ് ഫുഡാ അല്ലല്ലേ, കിങ്ഫിഷ് താളി, അത് വാല്യൂ ഫോർ മണിയാണ്. അതെ പിന്നെ ബോംബെടക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആ ഫിഷ് ഫ്രൈക്ക് തന്നെ 300 രൂപ. ബോംബെടക്കിന് എത്ര? ബോംബെടക്കിന് എത്ര അതുപോലെ നമ്മൾ കുടിച്ച ആ സാധനത്തിന് 40 രൂപ. ബോംബെ കടപ്പുറത്തുള്ള ഏതെങ്കിലും. അങ്ങനെ ഞങ്ങൾ കൊക്കണി ക്യാൻറ്റീനിലുള്ള പ്രമാദമായ ഫുഡ് കഴിച്ചിട്ട് സീഷെൽസ് ബീച്ചിൽ വന്നതാ. ചത്തടന്ന് സീഷെൽ ഇറക്കുന്നത് അപ്പുറത്ത് കുറച്ചുകൂടെ നല്ലതുണ്ട്. സീഷെൽസ് പിറക്കി ഹരി ചോദിച്ചേ. മൂഞ്ചൽ തോട്ടം. ഹായ് എടി, ഞങ്ങൾ മൂங்கிൽ തോട്ടം അഭിനയിക്കാൻ പോവാ. താല്പര്യമുണ്ടോ? നിങ്ങൾ നല്ല കോംബോ ആടാ. ഇന്നലെ ഉയരുന്നൂരായിരുന്നു. ഇത് കുറച്ച് മോതിരം തന്നെ കൊടുക്കാം എല്ലാവർക്കും. ഇത് കൊറേ കിട്ടിയല്ലേ ഇതാണ്ട്. കല്യാണ ചെറുക്കൻ എവിടെ? കല്യാണ ചെറുക്കൻ ടാൻ പിടിച്ച് എന്താവോ എന്തോ. നൈസ് സീഷെൽസ് ബീച്ച്. ചെറുക്കന് കല്യാണം കെട്ടില്ലേ കല്യാണമേളം.
നമ്മളെങ്ങോട്ടാ പോകുന്നെന്ന് പറ. അതെ, ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് പോക്കാണ്. യെസ്, ഹാർട്ട് ഷേപ്പിലേക്ക്. അതെ, സ്പോട്ട് സെറ്റിന് പേര് കേട്ടൊരു സ്ഥലമാണിത്. ഇത് മറ്റേ ദബോളം എയർപോർട്ടിന്റെ അടുത്ത്. ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ കഴിക്കാൻ പറ്റി. ഷഫ്രിയൽ കഴിച്ച്, റഷ്യാദോ സോസിലുള്ള പ്രോൺസും കഴിച്ച്, മാക്രലും കഴിച്ച്, ക്രാബ് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ബെബിൻക കഴിച്ച്. ബെബിൻക വാങ്ങണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല അത് കിട്ടുമെന്ന്. ഇനിയിപ്പോൾ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 12 ലെയർ ബെബിൻക പൊക്കണം ആണ് വിചാരിച്ചത്. പിന്നെ സെരാദുര കഴിച്ച്. ഇന്ന് ഒത്തന്റിക് ഗോവൻ കൊങ്കൺ സ്റ്റൈല് സാധനങ്ങളൊക്കെ കഴിച്ച്. കിസ്മൂർ, ചെമ്മീൻ ചമ്മന്തി പോലത്തെ സാധനം, ഫിഷ് അമ്പോട്ടിക്, നല്ല പുളി മീൻകറി, പിന്നെന്തുവായിരുന്നു, തേങ്ങ അരച്ച്, എന്തുവാടാ അങ്ങനത്തെയൊക്കെ സ്റ്റൈല്. അഭിജിത്ത് കുത്തിക്കഴപ്പ് കാണിച്ച് ചാടി കിട്ടി പണി. അവിടെയാണ് വരുന്നത്. സീഷൽസ് ബീച്ചിൽ എടുത്ത് ചാടിയതാണ്. പിന്നെന്തായിരുന്നു, റെസ്റ്റോറൻറ്റ് കഴിക്കാൻ പറ്റിയില്ല. അത് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ മറ്റേ ഇല്ല, കോക്കും രസം ഇവിടുത്തെ മെയിൻ സാധനമാണ്. അത് കഴിച്ചു. പിന്നെ സ്ഥലങ്ങളൊക്കെ കബോഡരാമ പോകാൻ പറ്റിയില്ല. പിന്നെ ഇതായിട്ട് കോള ബീച്ചുണ്ട്. കോള ബീച്ചിൽ ഒരു സ്ഥലത്ത് ബീച്ച്, മറ്റേ സൈഡിൽ ലഗൂണാണ്. അപ്പം അവിടെ കയക്കിങ് ഉണ്ട്. പക്ഷെ അത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഇതാണ് ഹാർട്ട് ഷേപ്പ്. എവിടെയും ഞാൻ ഒന്ന് കാണട്ടെ. ഹാർട്ട് ഇല്ല, ഹാർട്ട് മോൾ അവിടെ നിന്നും എല്ലാം നോക്കിയാൽ നല്ല ഹാർട്ടായിട്ട് കാണാം. കണ്ട ഒറ്റ കൈ കൊണ്ട് ചൂണ്ടയിടുന്നു, മറ്റേ കൈയിൽ കവറും പിടിച്ചു. അത് പാറയുടെ മുകളിൽ പാറയുടെ മുകളിൽ കണ്ടാടി മീൻ പിടിക്കണം. പിടിക്കോ ചാക്കിനകത്ത് ഇടുവോ അടുത്ത സാധനം. എന്തുവാണ് സൂപ്പർ ഫാസ്റ്റ്. വൈകിട്ട് പോകുന്നു, അവിടെ ജംഗ്ഷനിൽ കൊണ്ട് വിൽക്കുന്നു. 500 രൂപ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടടാ സ്ഥലം? കടലിൽ തള്ളി ഇടട്ടെ. ഗോവ ട്രിപ്പ് അടിപൊളി. 2 ദിവസം അന്നേരം കുറച്ചുകൂടെ സ്ഥലം കാണാം. ഫുഡൊക്കെ നാളെ ബിനാലെ ഫുഡ് അടിപൊളി. പോയ സ്പോട്ടെല്ലാം നല്ല. അടുത്തതിന് എപ്പായിരിക്കും എപ്പായിരിക്കും നീ